കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇല്ല അമ്മാവ, ഇങ്ങനത്തെ കാര്യം ഞാൻ നുണ പറയോ? സത്യമായിട്ട് അവൾ എൻ്റെ കൂടെ ഉണ്ട് ഉച്ച മുതൽ. നീ എന്താ പറയണത്? നീ എന്ത് പറയണെന്ന് വല്ല ധാരണ ഉണ്ടോ നിനക്ക്? ഞാൻ അമ്മാവനോടല്ലാതെ ആരോടാ ഇത് പറയണത്? എനിക്ക് വേറെ ആരാ ഉള്ളത്? അവളെ ഞാൻ കൈവിട്ട് അവള് പോയി ആത്മഹത്യ ചെയ്യും. എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റില്ല. എന്തേലും ചെയ്തേ പറ്റുള്ളൂ. അവൾ ആ വണ്ടിയിലിരിക്കുകയാണ് ഉച്ച മുതൽ. ദൈവമേ അമ്പിളി, നീ സത്യമായിട്ട് പറയണത്? സത്യമായിട്ടും അതെ. അമ്മാവൻ എന്നെ കൈവിടരുത്. എനിക്ക് നീ എന്തൊക്കെയാണ് പറയണേ? നീ ഞാനപ്പോ ഈ പെണ്ണിനെ കൊണ്ടാണ് മജീദിന്റെ മുമ്പിൽ കൂടെ വന്നേ ഞാൻ. ഈശ്വര, എന്തൊക്കെ ഈ ചേക്കൻ പറയണേ? അമ്മാവൻ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അമ്മാവനും കൂടി ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങൾ രണ്ടും കുളത്തി ചാടി മരിക്കും ഞാൻ. സത്യമാണ്. നീ എന്ത് പ്രാന്താണ് പറയണേ? നീ പോത്തെ. അമ്മാവൻ എൻ്റെ കൂടെ നിൽക്കണം. ഇനി ഈ വക കാര്യങ്ങൾ ശേഷം നിന്റെ കൂടെ ഞാൻ നിൽക്കാൻ. അമ്മാവനെ കൈവിടല്ലേ? എന്തൊക്കെ കാണിക്കണേ? ദൈവമേ, എന്റെ കൈയും കാലം തളൻ. നീ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ള അമ്പിളി? നീ അമ്മാവ പറ്റിപ്പോയി. എൻ്റെ കൂടെ നിൽക്കണം. ഷാഹിന, ഷാഹിന, ഞാനാണേ ഒന്ന് അഴിക്കണുണ്ട് കേട്ടാ. ഷാഹിന, ഇതാണ് പങ്കിയമ്മാവൻ. അസ്സലാമലൈക്കും അമ്മാവ. ആയിക്കോട്ടെ കുട്ടി, ഞാൻ ഒരു കാര്യം പറഞ്ഞു കുട്ടി കേൾക്കൂ. അതെ, മജീദ് എൻ്റെ പരിചയക്കാരനാ. ഞാൻ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കുട്ടിക്ക് അവൻ ഉണ്ടാക്കില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കട്ടെ. അമ്മാവൻ എന്ത് വർത്താനമാണ് ഈ പറയണ? അല്ലാണ്ട് പിന്നെ ഇതൊന്നും ഇവിടെ നടക്കില്ല കുട്ടി. അവനൊരു അച്ഛനമ്മയുണ്ട് അവിടെ, മനസ്സിലാവുണ്ടോ? ഞാൻ ഇവരുടെയൊക്കെ കുട്ടികളിക്ക് നിൽക്കണോണ്ടാണ് എന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഈ കൊമ്മല കളിപ്പിക്കണേ. ഇതൊന്നല്ല ഇവിടുത്തെ കഥ. ആ കുട്ടിക്ക് അറിയില്ല. അവനേ ഒരു പട്ടീനെയും പൂച്ചേനെയും തത്തേനും അല്ല ഇവിടെ കൊണ്ടുവന്നേക്കണേ, ഒരു പെൺകുട്ടീനെയാ. തോന്നിയാസം ഇവിടെ നടക്കില്ല. ഉള്ള കാര്യം ഞാൻ പറയാലോ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇറങ്ങിയാ ഞാൻ കൊണ്ടുവന്നാക്കിയാലോ. അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല. എനിക്കിനി അമ്പിളിക്കാട് കൂടെ ജീവിച്ചാൽ മതി. എന്തൊക്കെയാണ് ഈ പറയണേത്? ഒരു കുടുംബത്തിന് എന്നെ മാത്രം വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നവളാണ് അവള്. ഞാൻ അവളെ തിരിച്ചു പോകാൻ പറയാനോ കൊണ്ടുപോയാക്കാനോ ഞാൻ നിൽക്കൂല. അമ്മാവനൊരു കാര്യം ഓർത്തോ, ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ അവള് കൂടെ ഉണ്ടാവും. അതിലൊരു മാറ്റവും ഇല്ല. തീരുമാനിച്ചല്ലോ? ആ, തീരുമാനിച്ചതാണ്. കുട്ടിയും തീരുമാനിച്ചല്ലോ? തീരുമാനിച്ചു. എന്നൊരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കോ. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഉമ്മർത്തിരിക്കട്ടെ. അവരാരെങ്കിലും വന്ന് കാണുമ്പോ എന്താ നിങ്ങക്ക് ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് അങ്ങോട്ട് ചെയ്യാം. ഇത് പറയാ അമ്മാവ, ഈ ഘട്ടത്തിൽ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾ രണ്ടുപേരും മരിക്കേ നിവർത്തിയുള്ളൂ. പങ്കിയമ്മ, ഈ അവസ്ഥയിൽ ഞങ്ങളെ കൈവിടരുത്. ഈ കാര്യം ഞാൻ വിശ്വസിച്ച് ആത്മാർത്ഥതയോടെ ആകെ പറഞ്ഞിട്ടുള്ളൂ പങ്കിയമ്മനോടാണ്. പങ്കിയമ്മ ഞാൻ കൈവിട്ട ഞങ്ങൾ രണ്ടും മരിക്കേ നിവർത്തിയുള്ളൂ. ഒരു 2 ദിവസം ഈ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തുന്നത് വരെ നമുക്ക് ഷാഹിനാനെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. അതിന് പങ്കിയാമനെ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ. എവിടെ ഒളിപ്പിക്കും? നമ്മുടെ ആ പറമ്പിലെ ഷെഡില്ലേ, തൽക്കാലം നമുക്ക് അവളെ ഇവിടെ കൊണ്ടുപോയി ഇരുത്താം. ഞാനിട്ട് സമാധാനമായിട്ടൊരു കാര്യം ആലോചിക്കട്ടെ. എന്നിട്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോളാം. എന്തെങ്കിലും. പങ്കിയാമ്മ കൂടെ നിൽക്കണം. ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകും? ആരും കാണാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതിനെന്തേലും ഒരു മാർഗം കാണണം. അമ്മാവന്മാരുടെ ഒരു ഗതികേട്. ഇതൊക്കെ സിനിമ കാണിച്ചവർക്ക് അഭിനയിച്ചതിന് കാശ് കിട്ടും. എനിക്ക് എന്ത് കിട്ടാനാണ്? അത് പായല്ലേ, ഇത് ടർപ്പായല്ലേ, വെറൈറ്റി ഉണ്ടല്ല. പുല്ലരിഞ്ഞ് എന്റെ നടുപൊടി. അമ്പിളിയെ, ഇത് മറ്റേ മിഷ്യൻ മേടിച്ച കാര്യം പറഞ്ഞില്ലേ? എവിടേക്കാ കൊണ്ടോണേ? ഇത് അവിടെ എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ഈ വയ്യാത്ത അമ്മാവനാണ് എന്നെ വിളിച്ച പോലെ ഞാൻ വരില്ലേ? നീ കഥ പറയാണ്ട് പോണതൊക്കെ അമ്മാവൻ പിടിച്ചോളും. അല്ലല്ല, ഞാൻ വരാം. അവിടെ പശു ഒന്നല്ല പുല്ല് കൊണ്ട് അങ്ങോട്ട് പോടാ കണ്ടേ.
ഞാൻ പിടിക്കാം അമ്മാവ. അമ്മാവ അങ്ങോട്ട് മാറ്. നോക്ക് 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 നോക്കിപ്പോ. അത് അമ്പിളിയെ ഇത് എന്ത് മിഷൻ എന്നാ പറഞ്ഞേ? അപ്പോട്ടിന്റെ പണിക്കും ആ പുല്ലുകൊണ്ടായി പശുവിന് കൊടുക്കുന്ന നിന്റെ പുറകെ നടക്കാതെ. പുല്ല് പിന്നെയും കൊടുക്കാലോ. അത് നീ ഒന്ന് അവിടെ നിന്നേ. ഇതിപ്പോ എവിടെ കൊണ്ടാക്കാൻ പോണേ? ഇതാ പറമ്പില് ഷെഡിൽ വെക്കാൻ വേണ്ടിട്ടാണ്. അവിടെ പറമ്പിൽ ആളൊഴിഞ്ഞ ഷെഡിലാ. എന്തൊരു കഷ്ടം. ഇത് ഞാൻ എന്തായാലും ചെയ്തോളാം. പോണ്ട അവിടുന്ന്. അമ്മാവനെ ഇങ്ങോട്ട് മാറിക്കാം. അമ്മാവന് ഊരവേനുള്ളപ്പോ അത് പിടിക്കാൻ നിൽക്കണം. നീ ഒന്ന് ഏറ്റ പൊന്തിലയുടെ ചക്ക ഒന്നാമത്തെ നിനക്ക് നിന്റെ പശുവിന് പുല്ലരിച്ചാ പോരെ? എന്തിനാ പിന്നാലെ നടക്കണേ? അതിന് വല്ല പാമ്പ് കടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അറിയണത് പശുവിനെയാ? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അന്നാ നീ അറിയണ്ട. അത് അവിടെ കിടന്ന് ചത്തോട്ടെ. എന്നാ ഞാൻ പശു നോക്കിട്ട് വരാം. എവിടെ വെച്ചപ്പോ നടക്കണ കൊണ്ടുവച്ചോ. നീ ടെൻഷൻ അടിക്കണ്ട. കഥ പറയാൻ നിൽക്കാ നീ. ഇവിടെ ഉള്ളതാണ്. നടക്കങ്ങട് ശരിയാ. കൈ കഴിക്കണ്ട അമ്മാവ. അമ്മാവന്മാരൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കി. ആനയിച്ചു കൊണ്ടിരുന്ന ഏട്ടുണ്ട് ഏറ്റവും കൊണ്ടുപോകണം ആദ്യം ഏട്ടാ ഒരു അമ്മാവൻ. നിർത്തൂടാ കാക്കമ്മാവ. ഏയ് ഇവിടെ ഇറക്കട്ടാ. നിനക്ക് വരട്ടെട്ടാ. കാലുകുത്ത് ഊർന്നിറങ്ങ് ഇറങ്ങിയ. കഴിക്കടാ. അമ്മാവാ നീ മഞ്ഞണ്ടാന്ന് നോക്ക്. നോക്ക് അടിക്ക് വേഗം. കട്ടിൽ കെട്ടായി പോയി നോക്ക്. എവിടെ എത്തിയാണ് കെട്ടിയൊന്നൊരു ഓർമ്മയില്ല. കാര്യങ്ങള് കാണിച്ച് വെച്ചേക്കണതേ. ഓക്കെ അല്ലേ? എല്ലാ സാധനവും പോട്ടെ. ഇവിടെ ഒരു അവശിഷ്ടം ഇവിടെ കാണും. ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് എന്റെ പ്രധാനേ. കേറി ഷാഹിന, തൽക്കാലം നീ ഇവിടെ ഇരിക്കും. ഓട്ടോറിക്ഷയിൽ ഇരിക്കണക്കാണെങ്കിൽ സേഫ് ഇവിടെയാണ്. അവിടെ ആകുമ്പോൾ ഇടക്കിടക്ക് ആളുകൾ വരും. ഇവിടെ ആരും വരൂല. സമാധാനമായിട്ട് ഇരിക്കാം. ഇടക്കിടക്ക് ഞാൻ വരാൻ ചെയ്യാം കേട്ടാ. അവിടെ ഇരുന്നു. പിന്നെ ഇത് ഇങ്ങനെ പോവാണോ? ഇത് അടച്ച് പുറത്തുനിന്ന് പൂട്ടിട്ട് പൂട്ടണം. അതെ, ഞാൻ പോയി താഴെ എടുത്തിട്ട് വരാം. അമ്മാവനൂടെ നിൽക്ക്. ഞാനെങ്ങനെ കൂടെ നിൽക്കുന്നത്? നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി എടുത്തിട്ട് വരാം. എന്നാ വേഗം എടുത്തിട്ടോ. ആരും കാണാതെ നോക്കണേ. അതെ മണിയറങ്ങോട്ട് തുറന്നേ. തുറക്ക് ഇവിടെ ഇറങ്ങ. ആരും കണ്ട? നീ ഇങ്ങോട്ട് ഇറങ്ങിയ മോളെ പാലറച്ചിട്ട് ഉള്ളിന്ന് കുറ്റിട്ടോ. അയ്യോ അതിനകത്ത് കുറ്റിയില്ല. കുറ്റിയില്ലേ? തല്ലി പിടിച്ച് നിൽക്ക്. ആ കാര്യമൊന്നുമില്ല. എന്നാലും ഒരു സമാധാനത്തിന്. നിനക്കൊരാൾക്ക് വേണ്ടിയിട്ട് സകല ആൾക്കാരെ പറ്റിക്കാൻ ഞാൻ കേട്ടോ. എന്നിട്ട് നിന്റെ ദേഷ്യം ഉണ്ടല്ലോ. ഏയ് കുഴപ്പമൊന്നുമില്ലല്ലോ അതിൻ്റെ അകത്ത്. ഇല്ല. ആ അമ്മാവനെപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 10-15 വർഷമായില്ലോ. അമ്മാവൻ നല്ല ആളാ. എന്തേ? അമ്മാവനല്ലേ എന്റെ പശുവിനെ പാമ്പ് കടിച്ചു പറഞ്ഞേ? എപ്പോ പറഞ്ഞു? ഇവിടുത്തെ നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞോ? പാമ്പ് കടിച്ചില്ല? ഇല്ലല്ലേ? എത്ര നന്നായി. അവറ്റുള്ള പറമ്പെന്ന് പുല്ലിനുണ്ട്. അതെ, ഞാൻ പേടിച്ചുപോയി. നന്നായല്ലോ. അല്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? എന്തിനാ അങ്ങനെ എന്നെ നോക്കിക്കണേ? അല്ല ഞാനേ ആ പറമ്പില് പുല്ലുണ്ടേ. അപ്പുറത്ത് പറമ്പിലുണ്ടല്ലോ പുല്ല്. എല്ലാ പറമ്പിലും ഉണ്ട്. ഒക്കെ നമ്മളെ പറമ്പ് തന്നെയല്ലേ? അതെ, നോക്കിയതാ. അവിടെ കൊണ്ടുവച്ചു അല്ലേ? എന്ത് മിഷനേ? മിഷൻ കൊണ്ടുവച്ചു. മിഷൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല ഭാരം ഉണ്ട് അല്ലേ? ഒരു ഭാരമുണ്ട്. ഭാരൊക്കെ ഉണ്ട്. പിന്നെ അത് വിലപിടിപ്പുള്ള മിഷനാ? അതെ പുണ്യ. ഇപ്പൊ അമ്പിളിക്കല്ലേ അറിയുള്ളൂ അതിന്റെ വിലയൊക്കെ. അല്ല വിലപിടിപ്പുള്ള മെഷീനാണെങ്കിലേ അത് പൂട്ടണം. കൂട്ടിലേക്ക് കള്ളന്മാര് വരെ. അതെ അതെ അതെ.
എന്താ ഇപ്പൊ ചെയ്യാ, ഓരോരുത്തർ ഈ ജാതി വിഷയം കൊണ്ടൊന്നും നമുക്ക് അല്ലെങ്കിൽ അമ്മാവനത് തൂക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞേ. നീ ഒന്ന് ഏറ്റ പൊന്തില്ലേ ആ ജാതി മിഷേനതേ. ആ ഏറ്റി നോക്കണം, അപ്പോഴാണല്ലോ ഏറ്റി ഇറക്കി വരുമ്പോഴ നമുക്ക് അതിനേക്കാളും ഭാരം തോന്നുക. അങ്ങനത്തെ ഒരു മിഷ്യൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എപ്പോഴും നിൽക്കണം. എന്താ നിന്റെ കോലം? എന്താ ഇവിടെ വന്ന നീ എന്തേ? നീ ഭക്ഷണമൊന്നും കഴിക്കില്ലടാ. ഏത് നേരം ഈ തൊഴുത്തും പശുവും പണിയായിട്ട് നടക്കുക. നേരത്തിന് എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ ആകെ കോലം കെടും. ആ അമ്മാവനെ, അമ്മാവൻ ഇത്തിരി വെള്ളം കുടിക്ക് പോയിട്ട്. അമ്മാവന് നല്ല ദാഹമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയാ നിനക്ക്? ആ മിഷനൊക്കെ എടുത്ത ദാഹം ഉണ്ടാവില്ലേ? എന്റെ ഒരു ദാഹമുണ്ട്. ഇത്തിരി ദാഹമുണ്ട്. അമ്മാവൻ പോയിട്ട് വെള്ളം കുടിക്കും കേട്ടാ. ഞാൻ തൊഴുത്ത് കഴിയട്ടെ. ആയിക്കോട്ടെ. പിന്നെ നീ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ട് നോക്കി കണ്ടാട്ടോ. ഇല്ലേ? അല്ല ഞാൻ പറഞ്ഞു വേറെ ഒന്നുകൊണ്ടല്ല, വലിയ വില പിടിപ്പുള്ള മിഷീനൊക്കെയാണ്. അതട്ട കളവ് പോയ പോലീസുകാർ വരുമ്പോ നീ ഇങ്ങനെ നോക്കി നേരുന്നു എന്നല്ലേ പറയാ. പോലീസ് വരുമോ? വന്നിട്ടല്ല, കളവ് പോയാലേ അപ്പൊ അങ്ങോട്ട് നോക്കാനും അങ്ങോട്ട് പോകാനും നോക്കണില്ല. അതവിടെ ഇരുന്നോട്ടെ. ഞാൻ തൊഴുത്ത് കഴിയല്ലേ. അതാ കേട്ടോ. ശരി. അമ്മാവനെ നടന്ന് നിന്നേ, ഒന്നു പറഞ്ഞേ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്തേ? അത് ശരിക്കും എന്ത് മിഷനാ? എനിക്കറിയില്ലല്ലോ ആ പുണ്യെ. എന്നാ ഞാൻ അമ്പിളിയോട് ചോദിച്ചോളാം. എന്തിനാടാ വെറുതെ ചോദിക്കാൻ നിക്കണേ? എന്തേ? അത് ഒരാളുടെ കച്ചവടത്തിന്റെ ഇടയിൽ നമ്മൾ കുത്തിയിട്ട് ഓരോന്ന് ചോദിക്കാൻ നാണക്കേടല്ലത്. ഞാനും കൂടി ചോദിച്ചിട്ടില്ല അതവരെ. ഒന്നും ചോദിക്കാൻ നിക്കണ്ട കേട്ടോ. എന്നാ വേണ്ട. ഒക്കെ മോശമാണ്, അതാ പറയണേ. അത് ഞങ്ങളുടെ തന്നെ അങ്ങനെ നോക്കി നിൽക്കും വേണ്ട. പണിയും കഴിഞ്ഞിട്ട് വേഗം ഇങ്ങോട്ട് പോരെന്നാല് കേട്ടോ. ശരി. അമ്മാവൻ വെള്ളം കുടിക്കണട്ടോ. കുടിക്കണ്ടല്ലോ. പിന്നെ അതെ കൊള്ളാക്കുന്ന തോന്നണേ. അയ്യോ ചാവി എടുത്തിട്ടില്ലല്ലോ. അതേ, വീട്ടിൽ കയറി എല്ലാവരും പറഞ്ഞൊന്ന് സമാധാനം ആയി കഴിഞ്ഞാൽ നിനക്ക് 24 മണിക്കൂറും പാട്ടുള്ള ചാനലൊക്കെ ഞാൻ വെച്ച് തരാം. ഇപ്പൊ അകത്തോട്ട് നിന്നോ കേട്ടാ. പിന്നെ ഈ വ്യസനത്തിന്റെ ഇടക്ക് നിങ്ങൾക്ക് അങ്ങനെ കാണിക്കാറില്ല. അകത്തോട്ട് വയ്ക്കും. അമ്മ വന്നേ. നീ എന്താടാ കാണിക്കണേ? എന്ത് കാണിക്കണ്? അമ്മ എന്താ ഇവിടെ? ഞാൻ കുറച്ച് പച്ചക്കറി മുളക് പറിക്കാൻ വന്ന അച്ഛൻ പറഞ്ഞേ കൂട്ടാനില്ല അരക്കാൻ. എന്നാ കൊണ്ടുപോയി കൊടുക്ക്. നീ ആരോടെ വർത്താനം പറഞ്ഞിരുന്ന? വർത്താനോ? ഞാൻ കേട്ടല്ലോ അവിടെ നിന്നപ്പോ. ഞാൻ പറഞ്ഞ അങ്ങ് കേട്ട അങ്ങനെ? അത് ഡയലോഗ് പഠിച്ചതാണമ്മേ. എന്ത് ഡയലോഗ്? അത് ഞങ്ങൾ ഈ കേബിൾ TV അസോസിയേഷന്റെ വാർഷികത്തിനെ ഒരു നാടകം കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നായകനായിട്ടുള്ള ഒരു നാടകം. അപ്പൊ അതിന്റെ ഡയലോഗ് പഠിക്കായിരുന്നു ഇവിടെ നിന്ന്. ഓ, അച്ഛന്റെ നാടകം നിനക്ക് വലിയ പുച്ഛായിരുന്നല്ലോ. എന്ന് മുതൽ എന്റെ മോന് നാടകത്തിനോട് ഇത്ര സ്നേഹം തുടങ്ങി? അച്ഛന്റെ നാടകം അതിന് ഇപ്പോഴും വലിയ താല്പര്യമില്ല. അവരൊക്കെ പറഞ്ഞ് എനിക്ക് അമ്മയുടെ ഒരു ഗാംഭീര്യവും ഒരു ഐശ്വര്യവും കഴിവും ഒക്കെ കിട്ടിയണെന്ന് പറഞ്ഞിട്ട് നായകനാക്കിയൊക്കെയാണ്. അപ്പൊ നിങ്ങളെ ശല്യം ചെയ്യണ്ടല്ലോ. ഇവിടെ സ്റ്റേജ് പോലെയൊക്കെ ഇല്ലേ, ഇതുമ്മ കയറിയെന്ന് ഞാനിങ്ങനെ പഠിക്കായിരുന്നു. നാടകം തുടങ്ങുമ്പോ തന്നെ ഒരു സീനുണ്ട്, ഇങ്ങനെ സൈഡിൽ നിന്ന് വന്നിട്ട് അമ്മ വന്നേ എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ എൻട്രി. സൂപ്പർ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ മോനിവിടെ വിളിച്ചു വന്ന് നാടകം പഠിക്കായിരുന്നല്ലേ? ഇനി ഇത് അവിടെ പോയി എല്ലാവരോടും പറഞ്ഞ് പബ്ലിസിറ്റി കൊടുത്ത് നിങ്ങൾ വിളിച്ചോണ്ട് വരണ്ട. ഞാൻ ഇതൊക്കെ സമാധാനമായിട്ട് നിങ്ങളൊക്കെ നേരിട്ട് കാണിച്ചു തരാം കേട്ടാ. എന്നാ പോയിക്കോ. എടാ അതല്ല, നിന്നോടൊരു കാര്യം പറയാണ്ട്. എന്റെ അമ്മ അത് ഞാൻ അകത്തോട്ട് വരുമ്പോ പറയാ, ഇവിടെ പാമ്പും പഴുതാരൊക്കെയാണ്, അങ്ങോട്ട് പോ. എടാ നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട്. നല്ല കുട്ടിയാ. പറയുന്നു. എന്തിനു? നമ്മൾ രണ്ടാൾ മാത്രല്ലേ ഉള്ളൂ ഇവിടെ.
പിന്നെന്താ? അതിന്റെ അല്ലേ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കണ? എല്ലാത്തിനും ഒരു ഒതുക്കം നല്ലതല്ലേ അമ്മ? കല്യാണക്കാരിയല്ലേ? ഞാൻ അപ്പുറത്ത് അവരറിഞ്ഞിട്ട് വേണം അതോടെ പോയി ഉടക്കാൻ. അയ്യോ പിന്നെ ഉടക്ക് വെക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ സീതാലക്ഷ്മി ആരാന്ന് അവരറിയും. വെറുതെ എന്തിനാണെന്ന് പേടിപ്പിക്കണത്? ആരെ പേടിപ്പിച്ച്? അല്ല ഞാൻ കല്യാണം കഴിക്കാൻ നിക്കണല്ലേ, വെറുതെ അതും ഇതും പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കണ എന്തിനാണമ്മ? ഈ ചെക്കനത് എന്താ? എടാ നല്ല ആലോചനയാ, നല്ല പൊരുത്തുള്ള ജാതകം. അത് ശരിയാവൂല. ജാതക പൊരുത്തൊന്നും നോക്കിയിട്ട് കാര്യമില്ല അമ്മ. നമ്മളെന്തിനാ ജാതകം നോക്കണം? ഇന്നാള് മുനമ്പത്തെ സഹദേവൻ 10ൽ 10 പൊരുത്തോന്ന് പറഞ്ഞ് ജാതകം നോക്കി കല്യാണം കഴിച്ചാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോ കുഴഞ്ഞു വീണങ്ങാട് മരിച്ച്. എന്ത് കാര്യം ജാതകം നോക്കണ്ടത്? നമ്മക്ക് അതിലൊന്നും വിശ്വാസമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേറൊരു ആലോചന ഉണ്ട്. നല്ല കുട്ടിയാ, പക്ഷെ ജാതകത്തിൽ വലിയ പൊരുത്തൊന്നുമില്ല. പോയില്ലേ ജാതകത്തിൽ പൊരുത്തൂല്ലേ? പോയില്ലേ കാര്യം? ഇന്നാൾ ഇതുപോലെ പൊരുത്തൂല്ലാത്തൊരു കല്യാണം നടന്നിട്ട് എനിക്കറിയാം ഉണ്ണിച്ചേട്ടന്റെ വീട്ടില് പിറ്റേ ദിവസം തന്നെ അടിച്ചു പിരിഞ്ഞ് അമ്മയും മരിച്ചുപോയി. അതൊക്കെ ഭയങ്കര വിഷയമായിട്ട് വരും അത് കേട്ടാ. എടാ അപ്പൊ ഇപ്പൊ തന്നെ നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോ ഇടവും വലവും ഒക്കെ നോക്കിയിട്ട് തീരുമാനം എടുക്കണമെന്ന് അമ്മയല്ലേ പഠിപ്പിച്ചത്. വെറുതെ അങ്ങോട്ട് വല്ലവരും പറയണ കേട്ടിട്ട് ചാടി വീഴാൻ പറ്റുമോ? ഇതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല സത്യത്തില്. അമ്മ പോയിക്കോ, ഞാൻ ഇതൊന്ന് പഠിക്കട്ടെ. വേഗം വരാ ഞാൻ ഈ സീനൊന്ന് പഠിച്ചേക്കട്ടെ. സ്വസ്ഥതാ. ഓ എന്നാ ശരി. ആ എടാ ഒരു കാര്യം ഉണ്ടായി. ഒരു കാര്യമില്ല അമ്മ. മറ്റേ കാര്യം പറഞ്ഞാ? എന്ത് കാര്യം? എന്ത് കാര്യം ഇപ്പൊ പറഞ്ഞ? ആ അപ്പുവേട്ടൻ തൊഴുത്തിൽ തല അടിച്ചു വീണത് അറിഞ്ഞാ? അയ്യോ എപ്പാ? ആ കുറച്ചു നേരത്തെ ഞാനും അമ്മാവനും കൂടി വെള്ളം കൊടുത്ത് അവിടെ ചാരി ഇരുത്തിയിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ മോൻ അപ്പുണ്ണി മോനെ. അയ്യോ ഇത് കുറച്ച് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. മനുഷ്യൻ വായു വെട്ടി ചത്താന്. കണ്ടില്ലേ, ഇതാണ് അമ്മ. അമ്മ ഭയങ്കര പാവല്ലേ അമ്പിളിക്ക? മനസ്സിലായല്ലോ അല്ലേ? ഹാ മനസ്സിലായി. അപ്പുണ്ണിയേ മോനെ. ആ അപ്പുണ്ണിയേ. എന്താമ്മേ? എടാ നീ വീണ? എന്താ പറ്റിയ നോക്കട്ടെ. ആര് വീണ്? നീ വീണില്ലേ? ഇല്ല. അമ്പിളി പറഞ്ഞു നീ വീണെന്ന്. അമ്പിളിയാ? ആ തൊഴുത്തിൽ തലയടിച്ച് വീണെന്ന് പറഞ്ഞു. എന്താ പറ്റി തലക്ക്? എനിക്കൊന്നും പറ്റില്ല അമ്മ, ഞാൻ വീണില്ല പറഞ്ഞില്ലേ. അമ്പിളിക്ക് വട്ടാണ്. അപ്പൊ നീ വീണിട്ടില്ലേ? ഇല്ല. എന്തത്? എന്താ ചേച്ചി അറിഞ്ഞോ? ആ അറിഞ്ഞടാ. അയ്യോ അമ്പിളി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. മനസ്സാ വാച ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ചേച്ചി. എടാ അമ്പിളി പറഞ്ഞേ ഇവൻ ഈ തൊഴുത്ത് കഴിക്കൊണ്ടിരുന്നപ്പോ തലയടിച്ച് വീണെന്ന്. എന്നിട്ട് ഇവിടെ വന്ന് ചോദിച്ചപ്പോ ഇവൻ പറയണൊന്നും പറ്റിയിട്ടില്ല. ആ അമ്പിളി പറഞ്ഞല്ലേ വീണല്ലോ. ആര് വീണ്? വീണില്ലേ? അമ്മാവൻ കണ്ടോ ഞാൻ വീണത്? ആ എപ്പോ വീണ്? നേരത്തെ വീണില്ലടാ. വെറുതെ പറയാമ്മേ, ഞാൻ വീണില്ല അമ്മേ. അമ്മയ്ക്ക് എന്താ എന്താ ഈ പറയണ ഈ കുട്ടി? എടാ ഞാനും അമ്പിളിയും കൂടി ഇങ്ങോട്ട് നടന്നു വരുമ്പോഴല്ലേ ഞാൻ തൊഴുത്തിൽ കയറി വന്നിട്ട് നിന്റെ അടുത്ത് സംസാരിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. കണ്ടോ? അത് ഓർമ്മയുണ്ട്. ആ സമയത്തിന്റെ കൂടെ അമ്പിളി ഉണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ? അമ്പിളിയൊന്നും ഉണ്ടായില്ല. കണ്ടാ? അപ്പൊ ഒരു സൈഡ് വർക്ക്. എടാ അല്ലാണ്ട് ഈ ചാണകത്തിന്റെ അടുത്തേക്ക് കൂടി പോവാത്ത ഞാൻ എന്തിനാ നിന്റെ അടുത്ത് തൊഴുത്തിലേക്ക് കയറി വരുന്നത്? ഞാൻ വീണ അമ്മാവൻ കണ്ടോ? കണ്ടല്ലോ. കണ്ടോ? ഒന്ന് പോടാ അമ്മാവ. കണ്ടാ? ജീവിതത്തിൽ ഇന്നേ വരെ അവൻ എന്നാന്ന് വിളിച്ചിട്ടുണ്ടോ? വിളിപ്പിച്ചതാ. അതേ ഒന്നും കാര്യാക്കണ്ട. ചിലര് വീണ അങ്ങനെയാണ്. ചിലര് വീണ് കഴിഞ്ഞിട്ടിച്ചെങ്കി കാണാത്ത കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറയും. ഉണ്ടായ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും പറയും. അതാ ഈ പങ്കിയമ്മാവനെ അമ്പിളി കൂടെ ഇവിടെ എന്തൊക്കെയോ തരികട ഒപ്പിക്കണ്ടേ? അതോ ഇങ്ങനെയൊക്കെ പറയണേ? കണ്ടോ? എന്താ എന്താടാ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അതിപ്പോ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അവൻ വീണു, അവന്റെ തലയ്ക്ക് വേറെ പൊട്ടലും ചീറ്റിലൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല ഇല്ല. അപ്പൊ ആ നിലയ്ക്ക് ചെറിയൊരു ഓർമ്മ അവന് കിട്ടണില്ല. അത്രേ ഉള്ളോ ഉണ്ടായത്. അമ്മ ഒന്നുമില്ല അമ്മ വെറുതെ പറയണേ. ഇല്ല അതന്നെ പറഞ്ഞ ഒന്നുമില്ല. അപ്പൊ നിനക്ക് ഒന്നുമില്ല. നിനക്ക് ഒന്നും ഉണ്ടായിട്ടില്ല കുട്ടിയെ കേട്ടോ. അതേ ഒരു കാര്യം ചെയ്ത് നീ പേടിക്കണമെന്ന് വെച്ചേ അടുക്കളയിൽ പോയിട്ടേ കുറച്ച് ഈ മുറിവെണ്ണ ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇങ്ങനെ ഇത് നിറുകല് അങ്ങോട്ട് നട്ടുച്ചയ്ക്ക് അങ്ങോട്ട് തേക്കുക. അതെ ഈ മുറിവെണ്ണ എടുത്ത് അമ്മാവന്റെ തലേ തന്നെ അവിടെ തേച്ചാൽ മതി. എനിക്കണ്ട മോനെ അങ്ങനെ പറയല്ല. അമ്മ വെണ്ണ ചൂടാക്കിട്ട് എടാ നീ ഇവനെ നോക്ക്. ചേച്ചി പിടിക്കാൻ പോണേ. എടാ എണ്ണ ചൂടാക്കണ്ടേ? അടുക്കളയിലേക്ക്. അടുക്കളയിലേക്കല്ലേ പിന്നെ പോവാ. ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പുണ്ണിയേ ഈ മുറിവെണ്ണ തലയിൽ തേച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനൊന്നുമില്ല അമ്മാവാ. അമ്മാവന് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. എന്തിന്? ഞാൻ വെച്ചിട്ടുണ്ട്.
അയ്യോ വരണ്ട് അമ്മാവനുണ്ട്. കിട്ടിയാ ഇതെവിടെ പോയി കിടക്കായിരുന്നു? താഴെ ഉണ്ടാക്കാൻ പോയതാ. ഞാൻ നിന്റെ ചാനലിൽ ഗെയിം കളിക്കാൻ വന്നല്ല, പറഞ്ഞ സമയം കൊണ്ട് ടാസ്ക് പൂർത്തിയാക്കാൻ. കൊണ്ടങ്ങാട് ഇത് ഇട്ടിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇതാണ് എന്റെ ചാവി കേട്ടോ. അവിടെ അകത്തേക്ക് കിട്ടും. നിന്നോ? എന്താണ് ഇതിനകത്തൊരു സൗകര്യം ഇല്ല അമ്മാവാ. അയ്യോ, എന്നെ ആ പെട്ടി ഓട്ടോറിക്ഷയിൽ തന്നെ ആക്കി തരുമോ? എന്നാ പെട്ടി ഓട്ടോറിക്ഷനേക്കാൾ സൗകര്യമുള്ള ഒരു സ്ഥലമുണ്ട്, മജീദിന്റെ വീട്. മതിയോ? എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങി പോന്നേ? അകത്തേക്ക് കേറുന്നു. മനുഷ്യനെ പ്രാന്തിടിപ്പിക്കുക. ചിരിച്ചേ കൂട്ടുന്നതിന് കളി എന്താ പ്രഹ്ലാദനാ? അതേ, ആ പുണ്ണിക്ക് നല്ല സംശയം ഉണ്ട് കേട്ടോ. ആ പുണ്യേട്ടൻ കുഴപ്പമുണ്ടാക്കും. അവ ഇങ്ങളെന്നെ നോക്കിക്കുക. കുഴപ്പമുണ്ടാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും ഞാൻ അവൻ്റെ ഒരു പൂട്ടിയിട്ടുണ്ട്. എങ്ങനാ? അവൻ വീണു നട്ട പറഞ്ഞിരുന്നോ നീ നമ്മുടെ അടുത്ത്? അത് അമ്മ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ഓടിക്കാൻ വേണ്ടി പറഞ്ഞാണ്. എന്നാ ഞാൻ ആ പൂട്ടിന്റെ കൂടെ ഒരു പൂട്ടും കൂടി ഞാൻ പൂട്ടിയിട്ടുണ്ട്. അത് ഫലിച്ചാൽ രക്ഷപ്പെട്ടു. അത് നന്നായി. ഏതായാലും ഇവിടെ വന്നത് തുറക്കൊന്നുമില്ല. ഇല്ല എന്ന് വിചാരിക്ക. ഷായന പേടിക്കണ്ടാട്ടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. രാമലേ, നിങ്ങളുടെ ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. എന്താണ്? വാങ്ങേ. എന്താണ്? വാങ്ങ്. എന്താണ്? ഇവിടെ കൊണ്ടുവന്ന് ആക്കിയല്ലോ, ഇനി എന്താ പരിപാടി സാറിന്റെ? അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. പിന്നെ അമ്മ പറയണ പോലെ നീന്നാ നമുക്ക്. ഞാനെന്ത് പറയാൻ? പിന്നെ ഞാനെന്ത് ചെയ്യാനാണിത്? എന്റെ ദൈവമേ, അമ്പിളി നീ ഇവിടെ വന്ന് പെട്ടത് കൊണ്ട് മാത്രം ഞാൻ കൂടെ നിൽക്കണം കേട്ടോ. എന്റെ ഒരു നിലനിൽപ്പിന് ഇത് വല്ലാത്ത കയ്യാങ്കളി കേട്ടോ നീ ചെയ്തോണ്ടിരിക്കണം. എനിക്ക് സഹിക്കാൻ പറ്റില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. അമ്മാവനെന്തിപ്പ ഇങ്ങനെ പറയണ? കൂടെ നിന്നിട്ട് ഞാനിവിടെ കൂടെ അമ്മാവൻ ഒറ്റൊരാളെ വിശ്വസിച്ചിട്ടാണ് അവൾ അതിന്റെ അകത്ത് കിടക്കണത് കേട്ടാ. വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. വിശ്വസിച്ച് കിടക്കണത് എനിക്കറിയാമോ? അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഒരു രാഷ്ട്രീയ പ്രവർത്തന്റെ പെങ്ങടെ മോനായോണ്ട് മാത്രമാണ് എന്റെ കൂടെ ഇറങ്ങി വന്നതെന്നാണ്. പറയട്ടെ. അമ്മാവൻ നമ്മുടെ മുകളിൽ കുറച്ച് റൂമുകളിൽ ഉപയോഗിക്കാത്ത, അതുകൊണ്ട് തൽക്കാലം ഇവിടെ അവയിൽ കൊണ്ടുപോയി ഇരുത്താ. എന്റെ ദൈവമേ, കുഴപ്പമില്ലാന്ന്. നീ എന്താ പാവേനോടെ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കണ അവിടെ? ഇത് മനുഷ്യനല്ലേ? അമ്മാവ് ഇതൊന്ന് കലങ്ങി തെളിയുന്നവരെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കാൻ, എന്നിട്ട് ക്ലിയർ ചെയ്യാൻ. നീ വിചാരിക്കണ മരത്തിൽ നിസ്സാര കാര്യമല്ല. വെല്ലോടത്തും കിടക്കണ ഏതോ വീട്ടിലൊരു പെണ്ണ്, അതിനെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിരിക്കുക നമ്മള്. ഇത് ചേച്ചിയാറാണ് പോട്ടെ, അളിയനാറാണ് പോട്ടെ, അനന്തണ്ടല്ലോ, അവന് ഭ്രാന്താണ് അവന്. ഇതൊക്കെ കത്തിച്ചോളയും നമ്മളെയും. അമ്മാവനെങ്ങാനും ഈ അവസ്ഥയിൽ എന്നെ കൈവിട്ട, അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ വിളിച്ചോണ്ടെന്ന് എഴുതി വെച്ചിട്ട് ഞാൻ മരിച്ചു കളയോട്ടാ.